പ്രതികരിച്ചതിന് ബ്രിഗേഡിയർ വേണു നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വേണു നായർ, പാകിസ്ഥാൻ്റെ ഇത്തരത്തിലുള്ള അവിടുത്തെ സർക്കാരിൻ്റെ സഹായത്തോടെയുള്ള ലഷ്കർ ഇ തോയ്ബയുടെ പ്രവർത്തനങ്ങൾ മുമ്പ് നമ്മൾ ഉന്നയിച്ചിട്ടുള്ളതാണ്, ആരോപിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും അവിടെ സർക്കാർ സഹായത്തോടു കൂടി ഭീകരവാദ കേന്ദ്രങ്ങൾ, തീവ്രവാദ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണമാണ് നടക്കുന്നത്. ഇന്ത്യക്ക് എങ്ങനെ ഈ വിഷയത്തിൽ ഇനി ഇടപെടാൻ കഴിയും? ഒരുപക്ഷെ ഈ തെളിവുകളൊക്കെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമുക്ക് വീണ്ടും ഉന്നയിക്കാൻ കഴിഞ്ഞേക്കുമോ? ഇങ്ങനെയുള്ള പാകിസ്ഥാന്റെ പ്രവൃത്തികൾ ലോകത്തിന്റെ മുമ്പിൽ അതുണ്ടാകുമ്പോൾ തന്നെ അറിയിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. ഇത് 1991 മുതൽ കാശ്മീരിൽ ഈ ഭീകരവാദികളെ കാശ്മീരിൽ POKയിൽ നിന്ന് കടന്ന് അവരെ ട്രെയിൻ ചെയ്ത് ഇങ്ങോട്ട് വിടുന്ന ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നേരിട്ട് അറിവുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. അത് അന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞും അതിന്റെ വാർത്തകൾ കേട്ടുവെക്കെ നിൽക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്താണ് നമുക്ക് ഈ ലോകത്തെ പറ്റി ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന്. അമേരിക്കയ്ക്കും ഇതിനെപ്പറ്റി അതിന്റെ പസഫിക് കടന്ന് ഭീകരവാദം അവരെയും എഫക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കിയത് 9/11 നടന്നപ്പോഴാണല്ലോ. അപ്പൊ അതിന്റെ ഇപ്പോ ഈ 11 കഴിഞ്ഞതേ ഉള്ളൂ അതിന്റെ ഒരു വാർഷികം. അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ് ഈ ഭീകരവാദം. അപ്പോ പാകിസ്ഥാന്റെ ഈ ബഹാവൽപൂരിലെ എലിറ്റിയുടെ ക്യാമ്പ് ആകട്ടെ, മിലിറ്ററിയിലുള്ള അവരുടെ ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പ് എല്ലാം ഇപ്പോ ഈ സാറ്റലൈറ്റ് സർവൈലൻസ് ഒക്കെ ഉള്ളപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോഴാണ് ലോകം മനസ്സിലാക്കുന്നത് നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് ഒന്നും കൂടി നമ്മൾ ടാർഗറ്റഡ് ഏരിയ ആയതുകൊണ്ട് നമുക്കും അതിനെപ്പറ്റി അറിയാം. അപ്പോൾ ഇതുപോലുള്ള പുനർജീവനവും എല്ലാം നടന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഇന്ത്യക്കെതിരായിട്ട് ഭീകരരെ വളർത്തുക, കാശ്മീർ ഇഷ്യൂ ലൈവായിട്ട് നിർത്തുക, എല്ലാം അവരുടെ പാക് ആർമിയുടെ ഒരു അവരെ നിലനിൽപ്പിന്റെ കാര്യമാണ്. അത് അവര് തുറന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ, അവിടുത്തെ ഏത് രാഷ്ട്രത്തിന്റെയും രാഷ്ട്രത്തലവനെയാണ് ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കേണ്ടത്. പക്ഷെ പാകിസ്ഥാനിലെ ആർമി ചീഫിനെയാണ് മിസ്റ്റർ ട്രംപ് ആലോചനകൾക്ക് വിളിക്കുന്നത്. അപ്പോ അവിടെ ഒരു മിലിറ്ററി ഡോമിനേറ്റഡ്, മിലിറ്ററി ഗൈഡഡ്, അവര് പുറകെ നിന്ന് ചെലവഴിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് പാകിസ്ഥാനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. പിന്നെ ഇന്ത്യയെ ഒരു ഭീകരനാക്കി ഒരു മിനിറ്റ് അവരില്ലെങ്കിൽ പാകിസ്ഥാനെ വിഴുങ്ങിക്കളയും ഇന്ത്യ എന്നുള്ളൊരു തരത്തിലാണ് അവിടുത്തെ പബ്ലിക്കിനെ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തകർത്ത എയർഫീൽഡെല്ലാം ഇപ്പോഴും നോൺ ഓപ്സ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ ഇപ്പോഴേ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ വില കുറഞ്ഞിട്ടുള്ള ലീസ്റ്റ് കോസ്റ്റ് ഓപ്ഷൻ ആണ് ടെററിസം. അപ്പൊ അതിനുള്ള കേന്ദ്രങ്ങളെ അവർ പരസ്യമായിട്ട് അവരുടെ ഭീകരർക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അതിനുള്ള ഫണ്ട് റേസിംഗ് പാകിസ്ഥാനിലെ എല്ലാ സ്റ്റേറ്റുകളും വളരെ പരസ്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വി ഹാവ് ടു ഫേസ് ഇറ്റ് ആൻഡ് പ്ലാൻ. നമ്മൾ ഇതിനെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ കാണിച്ചതാണ്. അപ്പോൾ ലെറ്റ് ദം ഡു ഇറ്റ്, വി വിൽ ഫേസ്. ബാക്ക് ടു യു. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും